ഭാഗം 23. പതിയെ ചൂട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. വന്നിറങ്ങിയ ദിവസം എന്തൊരു ചൂടാണപ്പാ ഇതെന്ന് ഞാൻ അതിശയപ്പെട്ടിരുന്നു. അത് പക്ഷേ ചൂടിൻ്റെ വെറും തുടക്ക ദിവസങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു. ദിവസം കഴിയുന്തോറും അത് പതിയെ വളരുന്നത് ഞാൻ അറിഞ്ഞു. ചൂട് അതിൻ്റെ തീക്ഷ്ണതയത്രയും കാറ്റിൽ നിറച്ചു വെച്ചു. ഓരോ തവണ കാറ്റെന്നെ കടന്നു പോകുമ്പോഴും ഒരു തീച്ചൂളയ്ക്കുള്ളിൽ പെട്ട പ്രതീതിയാണ് അനുഭവപ്പെടുക. അന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, മോഹം, പ്രാർത്ഥന എന്തായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇവിടെ നിന്ന് മോചനം പ്രാപിക്കുക, കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടുക, ഇത്തിരി നല്ല ഭക്ഷണം കിട്ടുക, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണുക, എൻ്റെ സൈനുവിനെ ഒന്ന് വിളിക്കുക. ഒന്നുമായിരുന്നില്ല. ഒരിത്തിരി നേരം ഒരു തണലത്ത് ഒന്നിരിക്കുക എന്നതായിരുന്നു അന്നത്തെ എൻ്റെ അടങ്ങാത്ത മോഹം. തണലൊരു സ്വപ്നമായി തീരുന്നവൻ്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ കുപ്പായം ഊരി ഞാൻ തണലുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. എന്തിന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ കയ്യിലിരുന്ന വടിയിൽ നിന്ന് വീഴുന്ന നിഴൽ പോലും ഒരു തണൽ കണ്ടെത്തുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാക്കച്ചിറകിൻ്റെ പോലും തണലില്ലാത്ത ഇടം എന്ന് കേട്ടിട്ടുണ്ട്. ഞാനത് സത്യത്തിൽ അനുഭവിച്ചു. ചൂട് തുടങ്ങിയതോടെ എൻ്റെ കമ്പിളിപ്പുതപ്പ് കട്ടിലിന് മുകളിൽ വലിച്ചു കെട്ടി ഞാനൊരു തണൽ കൂടാരം ഉണ്ടാക്കിയിരുന്നു. അതിനിടയിൽ ഇരുന്നാൽ ഒരിത്തിരി ആശ്വാസം കിട്ടും. പക്ഷേ അതിന് സമ്മതിക്കേണ്ടേ? കാലത്ത് 5 മണിക്ക് തുടങ്ങുന്ന പണിയാണ്. രാത്രി 10 ആയാലും തീരില്ല. ഒരു സെറ്റ് ആടുകളെയും കൊണ്ട് പോയി മടങ്ങിയെത്തുമ്പോഴേക്കും അർബാബ് അടുത്ത മസ്രിയിലെ ആടുകളെ തുറന്നു വിട്ടിരിക്കും. 2 കോപ്പ വെള്ളം, അതും ഇരുമ്പ് ടാങ്കിൽ കിടന്ന് തിളച്ച വെള്ളം കുടിക്കാനുള്ള കഷ്ടിച്ച സമയമേ കിട്ടൂ. അപ്പോഴേക്കും ആടുകൾ ഒരു വഴിക്ക് ചെന്നിരിക്കും. അപ്പോൾ തന്നെ അതിൻ്റെ പിന്നാലെ ചെന്നില്ലെങ്കിൽ അവകൾ അതിൻ്റെ പാട്ടിന് പോകും. പിന്നെ അവയെ പിടിക്കാനുള്ള ഒരു പങ്കപ്പാട് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഒരു നിമിഷം വൈകാതെ ഓടുക തന്നെ. ഓടി ഓടി എൻ്റെ വായിൽ നിന്ന് പേ പിടിച്ച നായുടേതെന്ന പോലെ നുരയും പതയും വരും. മുടിയനായ പുത്രൻ്റെ കഥ പോലെ മരുഭൂമിയിൽ ഈ മൃഗങ്ങൾക്കൊപ്പം കിടന്നലയാൻ എൻ്റെ അള്ളാ, ഞാൻ നിന്നോടും എൻ്റെ പിതാവിനോടും എന്തു പാവമാണ് ചെയ്തതെന്ന് ഞാൻ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ചോദിക്കും. അവിടെ നിന്ന് കത്തുന്ന സൂര്യൻ്റെ രൂപത്തിൽ അള്ളാഹു എന്നെ നോക്കും. നീ കടന്നു പോകേണ്ട യാതനയുടെ നാളുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് അവൻ എന്നോട് പറയും. ഞാൻ മരുഭൂമിയിലെ പ്രവാചകനെ എന്ന പോലെ ചുട്ടുപഴുത്ത മണലിൽ മുട്ടുകുത്തി നിന്ന് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കും. എൻ്റെ അള്ളാഹുവേ, എന്നെ ഈ യാതനയിൽ നിന്നും വേഗം വിടുവിക്കണമേ. നിന്റെ ജനമായ ഇസ്രായേല്യർക്ക് മൂസ എന്നൊരു വിമോചകനെ അയച്ചു കൊടുത്തതുപോലെ നീ എനിക്കും ഒരു വിമോചകനെ അയച്ചു തരണമേ. ഈ അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേട്ടുവോ എന്നെനിക്കറിയില്ല. എന്നാൽ ആ വിശ്വാസം എനിക്ക് പകർന്നു തന്ന ആത്മധൈര്യം എത്രയാണെന്ന് എനിക്കറിയാം. അവിശ്വാസികളെ പരമകാരുണികനായ അള്ളാഹു പകർന്നു നൽകുന്ന സുഖ ശീതളിമയിൽ രമിച്ചു ജീവിക്കാൻ ഭാഗ്യം ചെയ്തവരെ, പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വെറും പ്രഹസനങ്ങളും ചടങ്ങുകളും മാത്രമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ പിടിച്ചു നിൽപ്പിൻ്റെ അവസാന അത്താണിയായിരുന്നു. ഞാൻ ശരീരത്തിൽ ഏറെ തളർന്നപ്പോഴും ആത്മാവിൽ പിടിച്ചു നിന്നത് ആ വിശ്വാസം മൂലമായിരുന്നു. ഇല്ലെങ്കിൽ ആ തീക്കാറ്റിൽ ഞാനൊരു പുൽക്കൊടി എന്ന പോലെ വാടിക്കരിഞ്ഞു പോകുമായിരുന്നു. ചൂടാവുന്നതിനേക്കാൾ വേഗത്തിലാണ് മണൽ തണുക്കുന്നത്. രാത്രി 8 അല്ലെങ്കിൽ 9 ആവുമ്പോഴേക്കും മണൽ തണുത്തു കഴിഞ്ഞിരിക്കും. പിന്നെ ആ മണലിൽ കിടന്നുറങ്ങാൻ ഒരു സുഖമാണ്. ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും തണുപ്പിൻ്റെ ഒരു ഉറവ മേലേക്ക് പൊന്തി വന്ന് ദേഹത്തേക്ക് അരിച്ചു കയറുന്ന പോലെ തോന്നും. എന്തൊരു സുഖമാണെന്നോ! പകലത്തെ ക്ഷീണം മുഴുവൻ അത് അലിയിച്ചു കളയും. ഭൂമിയുടെ അന്തർഭാഗത്ത് തിളച്ചുമറിയുന്ന ചൂടാണെന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. മരുഭൂമിയിൽ ജലമില്ല എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ കിടക്കുന്ന മൺപരപ്പിൻ്റെ അടിയിലൂടെ ഒരു പുഴ നിശബ്ദമായി ഒഴുകുന്നുണ്ടാവാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ നീരൊഴുക്കിൻ്റെ മേലെ കിടന്നാണ് ഞാൻ ഉറങ്ങുന്നത്, ഒരു ചങ്ങാടത്തിൻ്റെ മുകളിൽ എന്ന പോലെ. ആ ഓർമ്മയുടെ നിർവൃതി എനിക്ക് ഇരട്ടി സുഖവും ഉറക്കവും നൽകിയിരുന്നു. എന്നാൽ പേടിയോടെ ആ മൺകിടപ്പ് അവസാനിപ്പിക്കുവാൻ എനിക്കൊരു കാരണമുണ്ടായി. അത് പറയാം. ഒരു ദിവസം കാലത്ത് മസ്രയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് 3-4 ആടുകൾ ചത്തുകിടക്കുന്നതാണ്. ഞാൻ പേടിച്ചു പോയി. തലേന്ന് വരെ യാതൊരു കുഴപ്പവുമില്ലാതെ ഓടിച്ചാടി നടന്ന ആടുകളാണ്. അതിലൊന്ന് പൂർണ്ണ ഗർഭിണി കൂടിയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. വല്ല അസുഖവും വന്നതാണെങ്കിൽ ഇതെങ്ങനെ ഒരേ സമയം 3-4 എണ്ണം? അള്ളാ, ഇനി വല്ല പകർച്ചവ്യാധിയുമാണോ? പക്ഷേ അങ്ങനെയെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്തെങ്കിലും കാണേണ്ടതല്ലേ? വെപ്രാളത്തോടെ ഞാൻ അർബാബിൻ്റെ കൂടാരത്തിലേക്ക് ഓടി. എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു, മലയാളത്തിൽ തന്നെ. അർബാബ് ഇതിനോടകം എൻ്റെ ഭാഷ പഠിച്ചിരിക്കണം.
അല്ലെങ്കിൽ തന്നെ ആവശ്യം കേൾക്കുന്നവൻ്റെ ആണെങ്കിൽ ഭാഷ ഏതായാലും അയാൾക്ക് മനസ്സിലാവും എന്ന് പിന്നെ എത്രയോ വട്ടം തെളിയിച്ചിരിക്കുന്നു. അതല്ല, ആവശ്യം പറയുന്നവൻ്റെ ഉള്ളിൽ ഏതു ഭാഷയിൽ പറഞ്ഞാലും കേൾക്കുന്നവന് ഒന്നും മനസ്സിലാവില്ല എന്നതും എൻ്റെ അനുഭവം. അർബാബ് എഴുന്നേറ്റ് എനിക്കൊപ്പം മസ്രയിലേക്ക് വന്നു. ചത്ത ആടുകളുടെ ചുറ്റും നടന്നു നോക്കി. അതിനെ തിരിച്ചും മറച്ചുമിട്ട് പരിശോധിച്ചു. അതിൻ്റെ ചത്ത കൺപോളകൾ വിടർത്തി നോക്കി. എപ്പോഴാണ് എൻ്റെ മേൽ കുറ്റം ചാർത്തപ്പെടുന്നതെന്നും അടി എൻ്റെ പുറത്ത് വീഴുന്നതെന്നും പ്രതീക്ഷിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഒന്നും ഉണ്ടായില്ല. അർബാബ് മസ്രയ്ക്ക് ചുറ്റും നടന്ന് എന്തൊക്കെയോ പരിശോധിച്ചു. പിന്നെ പോയി വണ്ടിയിൽ നിന്ന് ഒരു മൺവെട്ടി എടുത്തു തന്ന് കുഴി വെട്ടാൻ പറഞ്ഞു. ഞാൻ കുഴി എടുത്തു കഴിഞ്ഞപ്പോൾ അർബാബ് തന്നെ ആടുകളെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് കുഴിയിലിട്ട് മൂടി. എനിക്ക് വല്ലാത്ത അതിശയം തോന്നി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത എൻ്റെ അർബാബ് ഇങ്ങനെ ഇത്രയും വിലയുള്ള ആടുകളെ കുഴിച്ചു മൂടുക എന്ന് വെച്ചാൽ എനിക്കൊരെത്തും പിടിയും കിട്ടിയില്ല. അർബാബ് ഒട്ട് പറഞ്ഞതുമില്ല. ഞാൻ എൻ്റെ പതിവുകളിലേക്ക് പോയി. ആടുകളെ കറന്നു കുറച്ച് അർബാബിന് കൊണ്ട് കൊടുത്തു. ഇത്തിരി ഞാൻ കുടിച്ചു. ബാക്കി കുട്ടികൾക്ക് കൊടുത്തു. ആടുകളെയും കൊണ്ട് പുറത്തു പോയി. 2 ഗുബൂസ് കടിച്ചു പറിച്ച് തിന്നു. മസറ തൂത്തുവാരി. തൊട്ടികളിൽ വെള്ളവും ഗോതമ്പും പോച്ചയും കച്ചിയും ഉപ്പും നിറച്ചു. എൻ്റെ പതിവുകൾ ആവർത്തിച്ചു. ആടുകൾ ചത്താലെന്ത്, ജീവിച്ചാലെന്ത്, അർബാബിന് പോയി. എനിക്കൊന്നും നേടാനില്ല, നഷ്ടപ്പെടാനുമില്ല. എന്നിട്ടും ആ ദിവസം അത്രയും മുള്ളു കുത്തുന്നത് പോലെ ഒരു വേദന എന്നിൽ നീറിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു നോക്കി, ആടുകൾ ചത്താലെന്ത്, ജീവിച്ചാലെന്ത്, അർബാബിന് പോയി. എനിക്കൊന്നും നേടാനില്ല, നഷ്ടപ്പെടാനുമില്ല. എത്രയൊക്കെ നിസ്സംഗത പാലിക്കാൻ നോക്കിയിട്ടും ആ മരണങ്ങൾ എന്നിൽ വല്ലാതെ തികട്ടി വന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് പൂർണ്ണ ഗർഭിണിയായിരുന്ന ആ ആടിൻ്റെ മരണം. ആദ്യമായി പ്രസവിക്കാൻ ഒരുങ്ങുകയായിരുന്നു ആ ആട്. അതിൻ്റെ നടത്തത്തിലും നോട്ടത്തിലും അതിൻ്റെ ഒരു അഭിമാനവും ഗർവവും എനിക്ക് കാണാമായിരുന്നു. ആടാണെങ്കിലും അതിനുമുണ്ടല്ലോ ചിന്തകൾ. അമ്മയാവുന്നതും കുഞ്ഞിനെ മുലയൂട്ടുന്നതും അത് തുള്ളിച്ചാടുന്നതുമൊക്കെ എത്ര വട്ടം അത് സ്വപ്നം കണ്ടിരിക്കും. പാവം, എല്ലാം ഒരു രാത്രി കൊണ്ട് അസ്തമിച്ചിരിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ നാം സ്വപ്നം കൊണ്ട് കെട്ടിപ്പൊക്കുന്ന ഈ ജീവിതം. ആടേ, പ്രിയപ്പെട്ട ആടേ, എൻ്റെയും നിൻ്റെയും ഈ ജീവിതം ആരുടെയോ സമ്മാനമാണ്. ആ സമ്മാനം തന്നവൻ അനുവദിച്ചതിൽ നിന്ന് ഒരു ദിവസം പോലും കൂടുതൽ ജീവിക്കാൻ എനിക്ക് നിനക്കും അവകാശമില്ല. അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കാതെ നമുക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല. നീ ഭാഗ്യവതിയാണാടേ. ഈ മസ്രയിൽ കിടന്ന് നരയിക്കാതെ വേഗം പോകാൻ നിനക്ക് കഴിഞ്ഞല്ലോ. നീ നിർഭാഗ്യവതിയാണാടേ. നിന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാതെ മരിക്കാൻ നീ വിധിക്കപ്പെട്ടു പോയല്ലോ. ഞാൻ 2 വിധത്തിലും നിർഭാഗ്യവാനാണ്. ഞാൻ ഈ മസ്രയിൽ കിടന്ന് എക്കാലവും നരയിക്കുകയും വേണം. എനിക്കെൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനും കഴിയില്ല. ശപിക്കപ്പെട്ട ജീവിതം. രാത്രി ഗുബൂസ് തീറ്റ കഴിഞ്ഞ് ഞാൻ വെറും നിലത്ത് ഒരു കല്ലെടുത്ത് തലയണയാക്കി കിടന്നു. അന്നേരം അർബാബ് പതിവില്ലാതെ വണ്ടി സ്റ്റാർട്ടാക്കുന്നു. അർബാബ് എവിടെയെങ്കിലും പോവുകയാണോ എന്നൊരു മോഹം എന്നിൽ പെട്ടെന്നുണ്ടായി. എങ്കിൽ രക്ഷപ്പെടുക തന്നെ. ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ കിടന്നു. എന്നാൽ എൻ്റെ സർവ്വേന്ദ്രിയങ്ങളും ആകാംക്ഷയിലേക്ക് കൂർപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അർബാബ് വണ്ടിയെടുത്ത് മസ്രയ്ക്ക് ചുറ്റും ഓടിക്കാൻ തുടങ്ങി. വളരെ പതുക്കെ എന്തോ തിരയുന്നത് പോലെയായിരുന്നു അത്. 3-4 ചുറ്റ് ഓടിച്ച ശേഷം തിരികെ കൊണ്ടുവന്ന് കൂടാരത്തിന് മുന്നിൽ നിർത്തി. പിന്നെ കൂടാരത്തിലേക്ക് കയറിപ്പോയി. ആശയിലേക്ക് ഉദിച്ചു വന്ന പ്രതീക്ഷയുടെ സർവ്വനക്ഷത്രങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇരുളിലേക്ക് കെട്ടുപോയി. സങ്കടവും ദേഷ്യവുമാണ് എനിക്ക് തോന്നിയത്. സർവ്വതിനെയും ഞാൻ ശപിച്ചു. അള്ളാഹുവിനെ തന്നെ ഞാൻ ശപിച്ചു. ആ രാത്രി പിന്നെയും പലവട്ടം അർബാബ് മസ്രയ്ക്ക് ചുറ്റും വണ്ടിയും കൊണ്ട് കറങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നോടൊന്നും പറഞ്ഞുമില്ല. ഞാനൊന്നും ചോദിച്ചുമില്ല. ആടുകൾ മനുഷ്യരോട് സംസാരിക്കാറില്ലല്ലോ. ഞാൻ ആ മണൽ സുഖത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി. രാത്രി എത്രയോ പിന്നിട്ടിരിക്കണം. മസ്രയ്ക്കുള്ളിൽ ആടുകളുടെ കരച്ചിലും ചാട്ടവും കേട്ടാണ് ഞാൻ ഉണരുന്നത്. ഞാൻ നോക്കുമ്പോൾ അർബാബ് കമ്പി വേലിക്ക് ചുറ്റും കിടന്ന് പരിഭ്രാന്തിനായി ഓടുകയാണ്. അതിനിടയിൽ എന്നെ പേരെടുത്ത് വിളിച്ച് ഹയ്യ ഹയ്യ എന്ന് കരയുന്നുമുണ്ട്. ഞാൻ ചാടി പിടിച്ചെഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. അർബാബ് എൻ്റെ കയ്യിൽ ഒരു വടി വെച്ച് തന്നിട്ട് മസ്രയ്ക്കുള്ളിലേക്ക് തള്ളിക്കൊണ്ട് ചെന്നാക്കി. കാര്യമറിയാതെ ഞാൻ മസ്രയ്ക്കുള്ളിൽ അമ്പരന്നു നിന്നു. അർബാബ് ആവട്ടെ ചൂപ്പ് ചൂപ്പ് ഹയ്യ ഹയ്യ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഓണാക്കി മസ്രയ്ക്കുള്ളിലേക്ക് വെളിച്ചം തെളിച്ചു. ആടുകൾ അപ്പോഴും അസ്വസ്ഥരായി കരയുകയും ചാടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പതിയെ ഓരോ ആടിനെയും നീക്കി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കി. അവസാനം ഞാൻ ആ കാഴ്ച കണ്ടു. ആടുകൾ കരഞ്ഞതിൻ്റെയും ആടുകൾ ചാടിയതിൻ്റെയും കാരണം കണ്ടു. ഞാൻ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് ഓടി. ഒരാടിൻ്റെ കാലിൽ ഒരു പാമ്പ് ചുറ്റി വളഞ്ഞിരിക്കുകയായിരുന്നു. നാട്ടിലൊരു പുളവനെ കണ്ടാൽ, ഒരു ചേരയെ കണ്ടാൽ പിന്നെ 3 ദിവസത്തേക്ക് ആ ഭാഗത്തേക്കെങ്ങും പോകാത്തവനാണ് ഞാൻ. പാമ്പെന്ന പേര് കേൾക്കുന്നതേ എനിക്ക് പേടിയാണ്.
ഞാൻ ഓടി മസ്രയ്ക്ക് പുറത്തിറങ്ങി. അത് കണ്ട അർബാബ് ദേഷ്യത്തോടെ ഇറങ്ങി വന്ന് എന്നെ മസ്രയിലേക്ക് പിടിച്ച് തള്ളിയിട്ട് പുറത്തു നിന്ന് കുറ്റിയിട്ട് കളഞ്ഞു. ഇനി 2 വഴിയേ എൻ്റെ മുന്നിലുള്ളൂ. ഒന്നെങ്കിൽ വല്ല വിധേന ആ പാമ്പിനെ തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ ആടുകൾക്കൊപ്പം കിടന്ന് പാമ്പിൻ്റെ കടി കൊണ്ട് ചാവുക. ആവശ്യങ്ങളാണ് മനുഷ്യരിൽ ധീരതയും ഭീരുത്വവും ഒക്കെ നിറയ്ക്കുന്നത്. പൂർത്തിയാവാത്ത ഒരുപിടി ആഗ്രഹങ്ങൾ എന്നിൽ വിങ്ങിക്കിടപ്പുണ്ട്. എനിക്കപ്പോൾ ധീരതയെ മതിയാവുമായിരുന്നുള്ളൂ. ജീവിക്കുക എൻ്റെ ആവശ്യമാണ്. ഞാൻ ആടുകൾക്കിടയിലൂടെ പമ്മിച്ചെന്ന് പാമ്പ് ചുറ്റിക്കിടക്കുന്ന ആടിൻ്റെ കാല് നോക്കി അടിച്ചു. ആൾക്കൂട്ടത്തിലെന്ന പോലെ ആടുകൂട്ടത്തിലും പാമ്പ് ചാവില്ല. തിങ്ങി നിൽക്കുന്ന ആടുകൾക്കിടയിൽ പാമ്പിനെവിടെ അടികൊള്ളാൻ? അതിൻ്റെ ദേഹത്ത് വടി വെറുതെ ഒന്ന് കൊണ്ടു, അത്ര തന്നെ. അത് ചീറിക്കൊണ്ട് എൻ്റെ നേരെ വന്നു. ഞാൻ പുറത്തേക്ക് ഓടി. പക്ഷേ മസ്രയുടെ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ. പേടികൊണ്ട് ഭ്രാന്ത് പിടിച്ച് ഞാൻ തിരിഞ്ഞു നിന്ന് തലങ്ങും വിലങ്ങും അടിച്ചു. എല്ലാ അടികളും ആടുകളുടെ മുതുകിനാണ് കൊണ്ടത്. അവ ചീറി ഓടാൻ തുടങ്ങി. ഞാൻ അടിച്ചുകൊണ്ടേയിരുന്നു. ഒരടി പോലും പാമ്പിന് കൊണ്ട് കാണില്ല. പക്ഷെ അത് പേടിച്ച് കാണണം. അത് അതിൻ്റെ പാട്ടിന് പോയി. എനിക്ക് അർബാബിൽ നിന്ന് പൊതിരെ തെറിവിളി കിട്ടി. ആടുകളിലൊന്ന് അപ്പോൾ തന്നെ ചത്തു. എനിക്ക് എൻ്റെ മനസ്സമാധാനം പോയി. ഇത്രയുമായിരുന്നു ആ രാത്രിയുടെ അനന്തരഫലം. അതോടെ എൻ്റെ നിലത്ത് കിടപ്പും മണൽ തണുപ്പും എനിക്ക് എന്നേക്കുമായി നഷ്ടമായി. ഞാൻ എത്രയോ ദിവസങ്ങളായി വെറും നിലത്ത് കിടപ്പാണ്. ഞാൻ എത്രയോ ദിവസങ്ങളായി വെറും നിലത്ത് കിടന്നാണ് ഉറങ്ങുന്നത്. വേണമെങ്കിൽ അതിലൊരു പാമ്പിന് എൻ്റെ നേരെ ഇഴഞ്ഞു വരാമായിരുന്നു. എന്നെ കൊത്താമായിരുന്നു. എന്നെ നിഷ്കരണം കൊല്ലാമായിരുന്നു. മരുഭൂമിയിലെ പാമ്പുകൾ ഉഗ്രവിഷമുള്ളവയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പോകുന്ന വഴി ഒരു ചെറു സ്പർശം മാത്രം മതി എൻ്റെ ജീവിതം അവസാനിക്കാൻ. പക്ഷേ ഒരു പാമ്പും എന്നെ തേടി വന്നില്ല. ഞാൻ അവിടെ കിടക്കുന്നതറിഞ്ഞ് അവ വഴിമാറിപ്പോയിരിക്കണം. കരുണാമയനായ അള്ളാഹു എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്രകാരമേ എന്തും നടക്കൂ. ഒരു പാമ്പ് പോലും അവൻ്റെ വിചാരം വിട്ടു നടക്കുന്നില്ല. എല്ലാ സ്തുതിയും നിനക്കിരിക്കട്ടെ. പിറ്റേന്ന് കാലത്ത് 3 കുഞ്ഞാടുകൾ മസ്രയിൽ ചത്തുകിടന്നു. അതിലൊന്ന് എൻ്റെ നബീൽ ആയിരുന്നു.